ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കോലം കണ്ടാൽ അറിയാം, ഞാനിപ്പോൾ അടുക്കളയിലാണുള്ളത്, വർക്ക് ഏരിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുക്കിംഗ് എൻ്റെയാണ്, ഞാനാണ് കുക്കൊക്കെ ചെയ്യുന്നത്. കാരണം എൻ്റെ മദറിലോ ഇല്ല, ആൾ വടകര പോയതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഇങ്ങനെ വാരി വിളിച്ചിട്ട് ഞാൻ ഇടുന്നില്ല, ചെറിയ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡി? അപ്പോൾ ആദ്യം നമുക്ക് മീൻ മുറിക്കാം. മീൻ ഞാൻ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് മുറിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് അത് ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓരോ കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം റെഡിയല്ലേ? അപ്പോൾ എൻ്റെ മീൻ മുറിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മീൻ നല്ലോണം വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അബിക്ക് കുറച്ചൊന്നും പൊരിച്ചു കൊടുക്കാം, പൊരിച്ചു തന്നാൽ വറുത്ത് കൊടുക്കാം, ബാക്കിയുള്ളത് ഫ്രൈ ആക്കാം. അതാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീൻ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രൈ ആണ് ജസ്റ്റ്. ഇനിയിപ്പം അത് റോസ്റ്റ് ചെയ്യണം, അത് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഒന്നല്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നും നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, നമ്മുടെ ഫ്രൈയിലേക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചല്ലേ, ഫ്രൈയിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ്, ഫ്രൈ അല്ല കൂടെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം റോസ്റ്റ് ആണല്ലോ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മറ്റേത് വറുത്തിട്ടുള്ളത് ശരിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തത് റോസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ചേന ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പം റോസ്റ്റ് മാത്രമാകുമ്പം എന്താ പറയുക, കറിയായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിചാരിച്ചു ചേന വെച്ചിട്ട് കാളൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിന് തേങ്ങ ചിരകാൻ പോവാണ്. തേങ്ങ ചിരകിയിട്ട് കാളന് നമുക്ക് തേങ്ങ അരയ്ക്കാം. അപ്പം കാളനും കൂടി ഉണ്ടാക്കും. മറ്റേ റോസ്റ്റ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീനായതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലാണല്ലോ, അപ്പം അവിടെ കിടന്ന് ആവട്ടെ. ഇനി ഇത് രണ്ടുമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയല്ലേ, അത് അവിടെ കിടന്നിങ്ങനെ സിമ്മിൽ കിടന്നാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് എന്താ പറയുക, മാറ്റിയിട്ട് ഇത് എന്തായാലും ആയിട്ടുണ്ട്. ഇതിനി തീ ഓഫാക്കാം. അവിടെ കുക്കറിൽ കാള. ഹലോ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്നപ്പം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇത് പൊട്ടറ്റോ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇനി ഞാൻ നിർത്തി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഹലോ, അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പാത്രം കുറേ കഴുകാനുണ്ട്, അത് അടുക്കളയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്തതെന്ന് അവസാനമായിട്ട് നിങ്ങൾക്കൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ചോറ്, ഉരുളക്കിഴങ്ങിൻ്റെ തോരൻ, ചെമ്മീൻ പൊരിച്ചത്, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ഇതിൽ കാളൻ, പിന്നെ വെള്ളം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. ഇതിനെന്താ സ്പെഷ്യൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് തോന്നാം. കാരണം ഞാൻ ഇത് എനിക്ക് സഹായം മാത്രമേ അമ്മയ്ക്ക് ചെയ്യാറുള്ളൂ. കാരണം മദറിനുമാണ് എല്ലാം കുക്ക് ചെയ്യാറ്. ഞാൻ ഓൺലി ഹെൽപ്പിംഗ് ആണ്. ഇന്ന് ഞാൻ കാര്യമായിട്ട് ഇറങ്ങി ടേസ്റ്റിലോട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ബൈ.